ഞാനെങ്കിൽ നല്ല മഴക്കാറ് പിടിച്ചിട്ടുണ്ടല്ലോ, മഴ പെയ്യും തോന്നല്ലോ. നല്ലൊരു മഴ പെയ്തത്. അല്ല ജാനകി, എന്നാ കളിയാക്കുന്നേ? ചെക്കൻ വരുമ്പോ മീൻ കൊണ്ടുവന്നമ്മ കൊണ്ടുവരാണ്ട് കൂടാ. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടാവും. ഈ മയക്കാനൊക്കെ പോകാനൊന്നും കഴിയില്ല. നിങ്ങളോട് ഞാനിപ്പം പോവാൻ പറഞ്ഞാ. അവിടെ കുറച്ച് തമരയുണ്ട്, ഞാൻ പറിച്ചിട്ട് വേട്ടാ. പറിച്ചിട്ട് വാ. ഒരു കുഞ്ഞിനെ കൊണ്ടാക്കി വന്നാലത് ആക്കിക്കൊള്ളൂലേ. തമര കൂട്ടാതെ കാലം പറയാം. മുമ്പിലെല്ലാം എത്ര ഉണ്ടായാല് ഉണ്ടെന്നെ ഇപ്പൊ ആരാ പഠിക്കാൻ പോലെ നമ്മളെ പോലത്തെ വീട്ടിലെ പഠിക്കൂലോ. ഇപ്പത്തെ കുഞ്ഞന് തമരൊന്നും കൂട്ടില്ല ജാനകി. ഒടയെടുക്കട്ടെ. ശ്രദ്ധിക്കണേ, എല്ലാരും വേദുന്നുണ്ടാവും. ഞാൻ ഛർദിച്ചോളാം ജാനകി. ജാനകി ഇഷ്ടപ്പെടാ കിട്ടിയല്ലോ. ആയിക്കോട്ടെ, ലത വെച്ച് ചക്കക്കുരു വെച്ച് ഇട്ടിട്ട് വെക്കാം. ഞാൻ പിന്നെ ലത വന്നിട്ട് മുറിക്കാം. എന്നാ ഇട വെക്കാം. ഓ, ലത കുഞ്ഞിനെയും കൊണ്ടാക്കി വരുന്നുണ്ടല്ലോ. ഓ അമ്മ, എന്ത് മഴയാ പെയ്തതമ്മേ. കംപ്ലീറ്റ് നനഞ്ഞു. കുഞ്ഞിക്ക് കോട്ടുണ്ടായതുകൊണ്ട് ഓളൊന്നും നനഞ്ഞിട്ടാ. ഞാൻ തമരച്ചപ്പ് പറിച്ചിട്ടാ. അച്ഛനെ അച്ഛന്റെ പണി തന്നെയത്. നിന്നെ കാത്തിട്ടാ നിൽക്കുന്നത്. വൃത്തി കഴുകണല്ലേ. അമ്മ, ഞാനെന്നാ ഇത് കൊണ്ടച്ചിട്ട് വരട്ടെ. വൃത്തി കഴുകണത് എല്ലാവർക്കും കൂടി മുറിക്കാം. ഇത് കഴുകട്ടെ, കഴുകിട്ട് വരട്ടെ. ഇവിടുന്ന് കഴുകാം, ഞാൻ അപ്പുറത്തേക്കൊന്നും പോകണ്ട. മീൻ കിട്ടിനാ? ഇന്നലെ കൊണ്ടുവന്നതുണ്ട്, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇന്നലെ വെച്ചിട്ടാ. നേരത്തെ പോയിനല്ലേ അമ്മ. ചക്കൻ്റെ 7:30 പോയി. ഞാൻ വലിയ മഴയത്ത് 8 മണിക്കാടെ ട്യൂഷൻ സെന്ററിൽ എത്തണ്ടേ. പിന്നെ അവന്റെ ഫ്രണ്ടിന്റെ റിതവിന്റെ അച്ഛൻ ഇന്ന് അവരെല്ലാരും വണ്ടിയിൽ കൊണ്ടാക്കാറുണ്ട്. അങ്ങനെ ഇന്ന് പോയി. ഒരു മുറി ചക്കയില്ല അന്ന് തൊറ്റത്. അത് വൈകി വന്നേരത്തെ അക്കത്തായിൽ കൊത്തിട്ടാ മതി. ഇതെല്ലാം കൊത്തി അതിന് അത്രയും ജോലിയില്ല. അമ്മ,
ഞാനിത് അങ്ങോട്ട് എടുക്കാൻ മീൻകറി ആക്കാനുണ്ട്. എന്നാ പിന്നെ പെട്ടെന്ന് ഇതാക്കട്ടെ. ചക്കക്കുരു ഇടാനൊന്നും സമയമില്ല. 4 ഇപ്പൊ പോണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചക്കക്കുരുന്ന് നല്ല വേവല്ലേ, കുറച്ച് സമയം പിടിക്കുമല്ലോ. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത്, കുറച്ച് ഉപ്പും കല്ലുപ്പാണ് പൊടിച്ച് വരുന്നത്. ഇനി നമ്മളെ തമരയിൽ ഇട്ട് കൊടുക്കേ. തമരയിൽ കർക്കിടത്തിലാണ് കുറേ ആവല്, നമുക്ക് നേരത്തെ മുളച്ചു. കുറച്ച് തേങ്ങ ഇട്ടു. അപ്പം നമ്മൾ തമരയില ആയിട്ടുണ്ടേ. ഇന്ന് കുറച്ചെടുത്തിട്ട് അച്ഛനും അമ്മക്കും കൊണ്ട് കൊടുക്കാം. ഇന്ന് അവരവിടെ ഒറ്റയ്ക്ക് വരും. അച്ഛനമ്മേനെ കാണുന്നില്ല. അമ്മേ അമ്മ തമരയിലായിട്ടുണ്ടേ. പെട്ടെന്ന് ആക്കിയതാണ്. കുറവുണ്ടെങ്കിൽ ക്ഷമി. മീൻകറി ഞാൻ ആക്കിയിട്ട് കൊടുത്തരാം കുറച്ച്. അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയായ. ഇന്ന് ഈവനിങ് ഡ്യൂട്ടിയാണ്. അപ്പോൾ കുറച്ച് കഞ്ഞി കുടിച്ചിട്ട് പോവാ. അപ്പോൾ അന്ന് കറിയാക്കി നീ കറി മുട്ട ഓംപ്ലേറ്റും തമര വറവും. അപ്പം ഞാൻ ഇന്നലെ കൊണ്ടുവന്ന മീനോ അത് വെക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. അത് പുഴ മീനാണ്. അത് നല്ല വൃത്തി വെക്കണ്ടേ. ഇങ്ങനെ വേവിലാതിക്ക് വെച്ചാലൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇന്ന് ആക്കുവാ. ആക്കും ഞാൻ അച്ഛനും ചോറുണ്ടാകുന്ന സമയത്ത്. തമരയിലാരോ പറിച്ച നീ? ആ അച്ഛൻ പറിച്ചത്. അച്ഛൻ പറിച്ചതാ? അല്ലാതെ നീ പറിക്കൂല, എനിക്കറിയാം. അച്ഛൻ പറിച്ചിട്ട് ചക്കക്കുരു ഇട്ടിട്ടാക്കി നീ? ചക്കക്കുരു ചക്കക്കുരു ഇടാനാണ് ഇരിക്കുന്ന സമയം. ഇങ്ങനെ സമയം ഇന്ന് ഫുൾ മഴയാണ് രാവിലെ. അപ്പൊ കുഞ്ഞിനെ കൊണ്ടാക്കിട്ട് പാട് പെയ്തില്ലേ? മഴയാണ് ഇന്ന്, ഭയങ്കര മഴയാണ്. നിങ്ങൾക്ക് പിന്നെ 11:45 പോവുകയും വേണം. എന്നാ പിന്നെ കഴിക്കട്ടെ. അപ്പൊ ഇന്ന് വെള്ളക്കഞ്ഞി, നമ്മുടെ തമരയില തോരൻ, ചിലക്ക് തകരയിലാന്ന് ശരിക്കും പേര് തോന്നുന്നു അല്ലേ? നമ്മ തമരാന്നാ പറയല്ലേ? അപ്പൊ നമ്മുടെ മുട്ട ഓംപ്ലേറ്റ് ഉണ്ട്, മതി അല്ലേ? എന്നാ പിന്നെ കഴിക്കാം. നല്ല മഴയാ ഇന്ന് പെയ്തത്. രാവിലെ എന്താ മഴ? നമ്മളെ വെള്ളിമാങ്ങ കഴിഞ്ഞാ അച്ചാറ് കുറച്ചുണ്ട്. എന്തെടുക്കാല് വേണ? അതിന് വേണ്ട, സമയമില്ല. നല്ല തോരൻ തന്നെ. ചക്കക്കുരുടെ സമയം ചക്കക്കുരു ഇട്ട നല്ല ടേസ്റ്റ്. ചക്കക്കുരിന് കുറച്ച് ബഹുവില്ല അല്ലേ? അത് നല്ല സമയം ഉണ്ടെങ്കിൽ നല്ല സാധനല്ലേ ഇത്. നമുക്ക് ഇക്കൊല്ലം നേരത്തെ പിടിച്ചു അല്ലേ ഇത്? ഇല്ല, ഈ സമയത്ത് മഴ പെയ്ത് മുളക്കണം അത്രയായിരിക്കും. ഇപ്പോഴത്തെ കുഞ്ഞുക്കളെ അറിയാത് തമരയിലല്ലോ അല്ലേ? നക്ഷത്രം അവലിനെ അവർക്ക് അറിയാം. എന്ന് വെച്ചാൽ അവർക്ക് ഈ സാധനം ഇവിടെ നിന്ന് ഉണ്ടായതുകൊണ്ട് അവർക്കറിയാം. നല്ല ഔഷധ ഗുണമുള്ള സാധനമല്ല ഇതെല്ലാം. എന്നാ പിന്നെ കൂടുതൽ ഡയലോഗ് പറയുന്നില്ല. നോക്കാം, കഴിക്കട്ട്. സമയം പെയ്തു. ആരും തിന്നോട്ടാ. ഇനി ഇരുന്ന് അങ്ങോട്ട് നടക്കണ്ടേ?